ഇനി അടുത്തതായി മാജിക് കറിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സലാഡാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോസംബരി പറഞ്ഞ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം. മിക്സ്ഡ് വെജിറ്റബിൾ വെച്ച് ചെയ്യാറുണ്ട് കോസംബരീസ്. ഇത് നമ്മൾ പൈനാപ്പിൾ കോസംബരി. ഓക്കെ, ഇത് എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ കോസംബരി ചേരുവകൾ: പൈനാപ്പിൾ നീളത്തിലുള്ള കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് മുറിക്കുക, ഒരെണ്ണം. തേങ്ങ ചിരകിയത് 1/2 മുതൽ 1/4 കപ്പ് വരെ ആകാം. പച്ചമുളക് 1-2 എരിവിനനുസരിച്ചിട്ട് ചെറുതായി അരിഞ്ഞത്. നാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂൺ. മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്. ഉപ്പ് ആവശ്യത്തിന്. സവാള 1 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ഒരു കടുപ്പമെല്ലാം മാറ്റി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റി നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതൊരു വലിയ ബൗളിലേക്ക് മാറ്റും. അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സവാള അരിഞ്ഞത് ഒരു സവാള വലുതെടുക്കുക, എന്നിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സവാളയ്ക്കൊരു കുത്തലുണ്ടാകുമല്ലോ, അത് മാറിക്കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് ഇതിനകത്തേക്ക് ഇടുക. അതായത് ആ സവാളയുടെ ഒരു ഓവർ ഭയങ്കരമായിട്ട് ഒരു റോ ഫീലുണ്ടല്ലോ, അത് കുറച്ച് കിട്ടും. ഒരു വലുത് അല്ലെങ്കിൽ 2 ചെറുത്, ആ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. നീളത്തിന് തന്നെയാണ് അത് മുറിച്ചിരിക്കുന്നത്. അളവ് വേണമെങ്കിൽ കുറയ്ക്കാം, ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളകേ ഞാൻ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1-ൽ കൂടുതൽ ചേർക്കാം. ഇത് ഇച്ചിരി എരിവുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ചു. ഇനി കുറച്ച് ഉപ്പ്. അപ്പോൾ ഒരു ചെറിയ എരിവും കുറച്ച് ഉപ്പും എന്താ പറയുക, കുറച്ച് പുളിയും മധുരവും ഒക്കെ ചേർന്ന് വരും. ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചിരകിയത് അത് ആവശ്യത്തിന് ചേർക്കാം. കുറച്ച് നാരങ്ങാനീരും, ഒരു 1-1.5 ടീസ്പൂൺ വരെ ആകും. ഇപ്പോൾ ഒരു അരമുറി നാരങ്ങയുടെ നീര്. ഇനി ഒരു നല്ല മിക്സ് എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ തേങ്ങയും പച്ചമുളക് കുറച്ചുകൂടി ഫൈനായിട്ട് അരിഞ്ഞാലും മതി. ഓക്കെ, കുറച്ചുകൂടെ ചെറുതാക്കാൻ വേണമെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് നല്ല ഒരു മിക്സിങ്. അങ്ങനെ മിക്സിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം തേങ്ങയും പൈനാപ്പിളും എപ്പോഴും നല്ല കോമ്പിനേഷനാണ്. തേങ്ങാപ്പാലാണെങ്കിലും തേങ്ങയാണെങ്കിലും പൈനാപ്പിളാണെങ്കിലും. ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഒരു ഗ്രീനും കിട്ടും, ടേസ്റ്റുമാണ്. അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു നല്ല മിക്സിങ്. അങ്ങനെ പൈനാപ്പിൾ കോസംബരി ഈസ് റെഡി. ഒരു പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ ഒരു സലാഡായിട്ടൊരു സൈഡിൽ വെക്കാൻ പറ്റിയ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വിഭവമാണിത്. ഇനി ഒരു പ്ലേറ്റിലാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് കളർഫുൾ പൈനാപ്പിൾ കോസംബരി ഈസ് റെഡി. ഇത് കാണാനും എന്ത് ലുക്കാ അല്ലേ, കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവാണ്. പ്ലസ് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദും വളരെ നല്ലതാണ്. പിന്നെ വളരെ ന്യൂട്രിറ്റീവാണ്. പൈനാപ്പിളൊക്കെ നല്ലതാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു
ഡെയിലി വീട്ടിലുണ്ടാക്കാൻ പറ്റിയതല്ലെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഒരു പാർട്ടിയൊക്കെ നടത്തുമ്പോൾ അതിലൊരു ഐറ്റമായിട്ട് മാറ്റാം. അങ്ങനെയല്ല, ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കാര്യമാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം.